കലോത്സവാരംഗം നടത്തിയ മംഗലം കളി ഗോത്രകലകളിൽ ആദ്യം മത്സരവേദിയിലെത്തിയ മംഗലം കളിയെ കലോത്സവ വേദിയിൽ നിന്നും ഇപ്പോൾ ചീഫ് സെക്രട്ടറി സംസാരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. എന്താണ് ജീവിതത്തിന് മൊത്തത്തില് അതിന്റെ മൊത്തം അന്തസത്ത കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ്. അത് പിന്നെ സർക്കാരിന്റെ ഓഫീസ് പരിപാടികളിലൊക്കെ ഇരുന്ന് കുറെ പേർക്ക് അത് നഷ്ടപ്പെട്ടു പോകും. അത് വേറെ കാര്യം. അത് പക്ഷേ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മൾ ജീവിതം ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പണി ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വൈരാഗ്യം, എനർജി, അത് നമുക്ക് ഉണ്ടാകും. വേറെ കാര്യം, ഈ ചില സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും, ഓ എന്നാന്നേ ഫുൾ സ്ട്രെസ്സാ, എന്ത് ചെയ്യാ, ഫുൾ ടെൻഷൻ. ഇപ്പൊ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്. അതെ, ഈ നിങ്ങളെക്കാൾ സ്ട്രെസ് തലയിൽ എടുത്തു വെക്കേണ്ട ചീഫ് സെക്രട്ടറി ഇതേ ഫുൾ ഇങ്ങനെയല്ലേ വേണ്ടല്ലേ, ജീവിതം അടിച്ചു പൊളിക്കണം. സ്ട്രെസ് നന്നായിട്ട് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ എൻ്റെ ഭർത്താവും ഞാനും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ സ്ട്രെസ് കാണിക്കുന്ന ആളും ഞാനാണ്. എന്നിരുന്നാലും അതോടൊപ്പം തന്നെ ഈ സ്ട്രെസ്സിൻ്റെ ഒക്കെ ഇടയിലും നമ്മൾ സന്തോഷത്തിൻ്റെ, റിലാക്സേഷൻ്റെ, പിന്നെ നമുക്കൊരു മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ആ മോട്ടിവേഷൻ തരുന്നതും കൂടിയാണ് കല. ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാം എന്തെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ മുൻപ് ഒരു ചോദ്യം ഞാൻ അവശേഷിപ്പിച്ചിട്ട് അതിപ്പോൾ ചോദിക്കാമല്ലോ അല്ലേ? മറ്റൊന്നുമല്ല, നേരെ വേണു സാറ് രാജിവെക്കുന്നു. വേണു സാറാണോ ഫയലിൽ ഒപ്പിടുന്നത് അടുത്ത ചീഫ് സെക്രട്ടറി ആരാണെന്നുള്ളത്, സ്വന്തം ഭാര്യ എന്നുള്ളത്? അപ്പോൾ ഒരു മനസ്സിൽ എന്തായിരുന്നു ആ ചിന്ത? ഇല്ല, ഞങ്ങള് അതിലൊന്നും ഒരു പ്രത്യേകത ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറയാലോ. കാരണം വേണുവിന്റെ തൊട്ടടുത്ത സീനിയർ ഞാനാണ്. അപ്പൊ സാധാരണഗതി ഞാൻ തന്നെ ആവണം. ആയില്ലെങ്കിൽ കാണാമായിരുന്നു. ആയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വിടൂലായിരുന്നു. അല്ല, മറ്റൊന്ന് ഈ രണ്ടുപേരുമായി ബന്ധപ്പെട്ടത്, ഇപ്പൊ വേണു സാർ ആയിക്കോട്ടെ, മേഡം ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ജനകീയന്മാരാകാൻ പറ്റുന്നേ. നിങ്ങൾ ഭയങ്കര ജനകീയ മുഖത്തോടെയാണ്. ഒരുപക്ഷെ നമുക്ക് കോഴിക്കോടുകാർക്ക് ഏറ്റവും ആക്സസ് ഉള്ള ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു വേണു സാറ്. ഇപ്പൊ ഇതാ മേഡം കേരളത്തിന് മുഴുവൻ, കോഴിക്കോട് മാത്രമല്ല വേണു സാറ് കേരളത്തിന് മുഴുവനാണ്. അങ്ങനെ ഒരു ഇത് പറയുന്നില്ല, ഒരു സ്വകാര്യ അഹങ്കാരം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഇതാവാൻ പറ്റുന്നത്, ഇത്ര ജനകീയമാവാൻ പറ്റുന്നത്? ചില ആളുകൾ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. അല്ല, വേണുവിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവമാണ്. അദ്ദേഹത്തിന് എല്ലാവരും ഒരുമിച്ച് കൂട്ടുക, ആളുകളെ കുറിച്ച് അറിയുക, അവരുമായിട്ട് സല്ലപിക്കുക, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കുറേ റിസർവ്ഡ് ആണ് കേട്ടോ. പിന്നെ പക്ഷേ അതേ സമയത്ത് ഞാൻ പറയും, എനിക്ക് നിർണായകമായിട്ടുള്ള ഒരു കാര്യം കുടുംബശ്രീ തന്നെയായിരുന്നു. അപ്പോൾ കുടുംബശ്രീയിൽ ഇത്രയും അധികം സ്ത്രീകളും ആ സ്ത്രീകളിലുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റുക, അവരുടെ വിഷയങ്ങൾ തിരിച്ചറിയുക. അപ്പം വിഷയങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ചെവി കൊടുക്കാൻ തയ്യാറാകണം. അപ്പൊ ചെവി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ ഇത് ഈ ജനകീയത എന്ന് പറയുന്ന ഒരു ലേബല് അങ്ങ് വന്നു പോകും. അത്രയുള്ളൂ. അല്ല, ഈ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കേരള വിഷൻ ന്യൂസിന്റെ അടുത്ത ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലെയും 10 വീതം മികച്ച കുടുംബശ്രീ സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് കേരള വിഷൻ ന്യൂസ് അവർക്ക് അവാർഡ് കൊടുക്കുകയാണ്. കുടുംബശ്രീ മേഖല, യെസ്, അത് 12-ന് തുടങ്ങിയാണ് കോഴിക്കോട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അതെ, കോഴിക്കോടാണ് ആദ്യത്തെ പരിപാടി. തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പരിപാടിയിൽ ഇതാ ഞാൻ ഔദ്യോഗികമായിട്ട് മേഡത്തെ ക്ഷണിക്കുന്നു, മേഡം വരണം. കുടുംബശ്രീ എപ്പോഴും എന്റെ മനസ്സിലുണ്ടോ. അതെ, അത് തിരുവനന്തപുരത്ത് വരുമ്പോ ഇനി നമ്മുടെ പിന്നെ എന്താ പറയാ, മാനേജ്മെന്റിനോട് പറയാലോ, മേഡം തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ പരിപാടിക്ക് വരുന്നുള്ളത്. ആ സമയം പക്ഷേ എപ്പോഴെങ്കിലും ഇതുണ്ടാവും. ഈ മധുരമുള്ള സ്ഥലത്ത് ഈച്ചകളൊക്കെ വരുന്ന പോലാണ് ഇവിടെ വന്ന് ഒരു മുന്തിരിലിടുവാണ്. ശാരദാപള്ളി മാം എവിടെ വന്നാലും അവിടെ എല്ലാം പൊതിഞ്ഞ ആൾക്കാരുണ്ട്, നമുക്ക് കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. വേറെ കാര്യമുണ്ട്, ഈ ഓറ എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു ഓറ വരുമ്പോൾ നമ്മൾ അതിന്റെ ആ ഓറയുടെ ചുറ്റും നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മേഡം എന്ന് തോന്നുന്നത്. രേണുക നേരത്തെ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു മേഡം, എന്താണെന്നറിയോ, മേഡത്തിന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന്. നന്നായിട്ട് ഡാൻസ് ആടുവോ? രണ്ട് ശക്തരായ ഡാൻസർമാർക്കൊപ്പം അത്രയൊന്നും അറിയാത്ത ഒരു സ്റ്റെപ്പ് മാത്രം മമ്മൂക്കൊക്കെ കളിക്കുന്ന പോലെ. മമ്മൂക്ക നല്ല ഡാൻസറാണ്, പക്ഷെ എങ്കിൽ
എങ്കിൽ പോലും ചില സിനിമകൾ കാണിക്കുന്ന പോലത്തെ സ്റ്റെപ്പ് ഞാനും കാണിക്കുന്നതായിരിക്കും. നോക്കാം. ഏതാ പാട്ട്? നാടിൻ നന്മകൾ. യെസ്. മാം ശരിക്കും വൈറൽ ചീഫ് സെക്രട്ടറി ആണ്. എനിക്കതാണ് തോന്നുന്നത്, വൈബ്. കാരണം ഇപ്പോഴത്തെ യുവത്വത്തിന് എല്ലാവർക്കിടയിലും ഇറങ്ങി ചെല്ലുന്ന ചീഫ് സെക്രട്ടറി പേര് വെച്ച് ആരും അറിയാത്തില്ലെന്ന് പറയത്തില്ല. ശാരദ മുരളി മാം എന്ന് പറയും. ചീഫ് സെക്രട്ടറി പൊളിയാണ്, വൈബാണ്. എന്നാൽ സർവീസിന്റെ കാര്യത്തിൽ കുറച്ച് കർക്കശക്കാരിയാണ് അല്ലേ? സ്ട്രിക്റ്റ് ആണ്. എല്ലാം ഒരാളിൽ കാണാം. മാഡവും പാടും. നാടിൻ നന്മകനെ പൊന്മകനെ മുത്താരപ്പനെ എന്നും സൂര്യനും ചന്ദ്രനും കാലം ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോയി അണ്ണൻ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാവരും ചൊല്ല ഇവരെ തൊഴുവാണത്ത്. പിന്നെ മാഡം ഇത് പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുന്ന ആളാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെ കലാപരിപാടികൾ പങ്കെടുക്കുമായിരുന്നു? കലാപരിപാടികളിൽ പങ്കെടുക്കില്ലായിരുന്നു. സ്കൂളിലുള്ള പരിപാടികളിലൊക്കെ നന്നായിട്ട് കൂടുമായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്ത് ഞങ്ങൾ കലാപരിപാടി ഞങ്ങൾ അയക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ അത് വളരെ റിസ്ട്രിക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിൽ പിന്നെ വീട്ടിനകത്ത് ഞങ്ങളായിട്ട് ചെറിയ ടെൻ്റൊക്കെ, സാരിയൊക്കെ കൊണ്ടുവച്ച് ടെൻ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം കലാപരിപാടികളൊക്കെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അതൊക്കെ വളരെ വളരെ ലോക്കലൈസ്ഡാണ്. ഒരു നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടാം. ഏതെങ്കിലും രണ്ടുപേരും. നമ്മൾ സാധാരണ ഈ ഒരു മൂളിപ്പാട്ടൊക്കെ പാടില്ലേ? അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടാത്ത ഭാഷയിലേ ഞാൻ പാടുള്ളൂ. എന്നാ ആ ഭാഷ നമുക്ക് പിടിക്കും. ഓക്കെ. Oh, près de ma blonde, qu'il fait bon, fait bon, fait bon. Oh, près de ma blonde, qu'il fait bon dormir. À jardin de mon frère, les lauriers sont fleuris. À jardin de mon père, les lauriers sont fleuris. Tous les oiseaux du monde vont y faire la nuit. Oh, près de ma blonde, qu'il fait bon, fait bon, fait bon. അതെ, നേരത്തെ മാഡം പാടി തുറക്കുന്നതിന് മുന്നേ രേണുകയുടെ മനസ്സിലൊരു ഭാവമുണ്ട്, ഞാൻ ഇന്ന് ചീഫ് സെക്രട്ടറിയെ പാടി തോപ്പിക്കും. പക്ഷെ ചീഫ് സെക്രട്ടറി അവളെ തോപ്പിച്ചു. ഇതേതാ ഭാഷ? അത് നിങ്ങൾ പഠിച്ചു. എന്തായാലും ക്ലൂ തരൂ. സാഹിബിന്റെ ഭാഷയാണ്. ഗംഭീരമായിട്ട് പാടി കേട്ടോ. കാരണം എന്താ അറിയോ, വേറെ കാര്യമുണ്ട്. ഭാഷ മനസ്സിലായില്ലെങ്കിലും സംഗീതത്തിന്റെ ഒരു അല്ലെ, അതന്നെയല്ലേ നമ്മുടെ കലകളുടെ നഴ്സറി പാട്ടാണ്. നമ്മള് നഴ്സറി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്നാലും ഇങ്ങനെ പൊളി വൈബായിട്ട് നമ്മുടെ മാഡം ഇങ്ങനെ തകർക്കുകയാണ്. ഇനിയിപ്പോ നേരെ മത്സരങ്ങൾ ഇന്നലെ കണ്ടോ? എങ്ങനെയാണ്? രാവിലെ ആ ഒരു നൃത്താവിഷ്കരണം ഉണ്ടായിരുന്നല്ലോ, അത് വളരെ ആവശ്യത്തോടു കൂടി കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോണ്ടി വന്നു. ഇന്നിനി കാണും? ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനേതാ ചോദിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണല്ലേ. അപ്പൊ എന്തായാലും മാഡം ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, വരണം. നമുക്ക് ഇതുപോലെ വൈബായിട്ട് ഈ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു ഉപദേശം നൽകാനുള്ളത്? അടിച്ചു പൊളിക്കുക, അല്ലാതെ വേറെന്ത് ഉപദേശം? കുട്ടികളോട് മാത്രമല്ല, മനുഷ്യരോട് മുഴുവൻ അല്ലേ? അത് തന്നെയാണ് ജീവിതം. അടിച്ചു പൊളിക്കുന്ന നമുക്കൊരു ചീഫ് സെക്രട്ടറി ഉണ്ട്. ഇനി സെക്രട്ടറിയിലൊക്കെ വരുമ്പോ ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് വരും അല്ലേ? അപ്പം താങ്ക് യു മാഡം. താങ്ക് യു. യെസ്.